ലോകത്ത് ഉണ്ടായ കാലം മുതൽ മാറ്റമൊന്നുമില്ലാതെയാണ് ചില ജീവിവർഗങ്ങൾ ഇന്നും ജീവിക്കുന്നത്. അവയിൽ പലതിനും മനുഷ്യന് ഇന്നും വ്യക്തമാകാതെ വിചിത്രമായ ജീവിത രീതികളുമുണ്ട്. ഇതിലെ ഏറ്റവും വിചിത്രമായ ജീവിത രീതി പിന്തുടരുന്ന ഒന്നാണ് തേളുകൾ. കൃത്യമായ ചികിത്സ ലഭിച്ചെങ്കിൽ ചെറിയ അളവിൽ പോലും ഉള്ളിൽ ചെന്നാൽ മരണത്തിന് പോലും കാരണമാകുന്ന വിഷം തേളുകളുടെ വാലിൻ തുമ്പത്ത് ഉണ്ടെന്നാണ് നമുക്കറിയാവുന്നത്. പെൺതേളുകളുടെ പുറംചട്ടയ്ക്ക് കൂടുതൽ കാഠിന്യവുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭീമാകാരമായ ഒരു ജീവിതശൈലിക്ക് ഉടമകളാണ് തേളുകൾ. സാധാരണയായി തേളുകൾ ചെറുജീവികളെ വേട്ടയാടുന്നു. ഇരകളിലേക്ക് തങ്ങളുടെ വാലിൽ നിന്നുള്ള വിഷം കുത്തിവെച്ച് തളർത്തിയ ശേഷമാണ് അവ സാധാരണ ഭക്ഷിക്കാറ്. അതേസമയം പെൺതേളുകൾ ഒരേ സമയം ഏതാണ്ട് 100ഓളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ജന്മം നൽകിയതിന് പിന്നാലെ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തം അമ്മയെ ഭക്ഷണമാക്കുന്നു. തേളിന്റെ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് പിന്നാലെയാണ് ഇതെന്ന് കരുതിയാൽ തെറ്റി. മറിച്ച് പതുക്കെ പതുക്കെയാണ് ഈ തീറ്റ. അതുവരെ അമ്മ തേളുകൾ തന്റെ 100 കണക്കിന് കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമക്കും. മക്കളെ എടുത്ത് അമ്മ ഇര തേടി നടക്കുമ്പോൾ മക്കൾ അമ്മയുടെ മുതുകിലിരുന്ന് അമ്മയുടെ മാംസം തിന്നു തീർക്കും. ഒടുവിൽ മക്കളെല്ലാം കൂടി അമ്മയുടെ മാംസം കഴിച്ചു തീരുന്നതോടെ അമ്മയിൽ നിന്നും വിട്ട് സ്വന്തമായ ജീവിതം തുടങ്ങും. സ്പീഷീസുകൾ അനുസരിച്ച് നിറവ്യത്യാസം ഉണ്ടാകും തേളുകൾക്ക്. നീലിമ തിളങ്ങുന്ന കട്ടക്കറുപ്പ് മുതൽ മഞ്ഞ നിറം വരെ ഉള്ള തേളുകളുമുണ്ട്. വലിപ്പത്തിലും ഈ വ്യത്യാസമുണ്ടാകും. തലയുടെ മുൻഭാഗത്ത് 2 കണ്ണുകൾ എല്ലാ ഇനങ്ങൾക്കും പൊതുവെയുണ്ടാകും. കൂടാതെ 2 ഭാഗത്തായി 3 മുതൽ 5 ജോഡി കണ്ണുകൾ കൂടി വേറെയുണ്ടാകും. അതായത് ഇത്തരത്തിൽ കണ്ണുകൾ ഉള്ളതുകൊണ്ട് തന്നെ തലതിരിയാതെ ഇവർക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ സാധിക്കും. കാഴ്ചകളെ വേർതിരിച്ച് വ്യക്തമാക്കാനുള്ള കഴിവ് കുറവാണെങ്കിലും അതിസൂക്ഷ്മമായ പ്രകാശം പോലും പിടിച്ചെടുക്കാൻ ഇവർക്കാകും. രാത്രിയിലെ കൂരിരുളിലും നക്ഷത്രപ്രഭ മതി ഇവർക്ക് വഴികാട്ടാൻ. പുൽച്ചാടികൾ, ചീവീടുകൾ, ചിതൽ, വണ്ടുകൾ, കടന്നലുകൾ, ചിലന്തികൾ, മരപ്പേനുകൾ, ഒച്ചുകൾ, മണ്ണിര, കുഞ്ഞു പല്ലികൾ, പാമ്പുകൾ എന്നിവയൊക്കെയാണ് തേളുകൾ ഭക്ഷണമാക്കുക. ഇത്തരത്തിലുള്ള ഇരകൾ ചാകാൻ കാത്തുനിൽക്കാനുള്ള ക്ഷമയൊന്നും തേളുകൾക്കില്ല. ഇവയുടെ ദഹനം പുറത്തുവെച്ചാണ് നടക്കുന്നത്, അതും ജ്യൂസാക്കി. സ്വന്തം ശരീരവലിപ്പത്തിലും കൂടുതലുള്ള ഇരയെ പോലും കുടിക്കാൻ ഇവയ്ക്ക് പറ്റും. മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങൾ വരെ എടുക്കും ഒരു ചാപ്പാട് തീരാൻ. നല്ലൊരു തീറ്റ കഴിഞ്ഞാൽ പിന്നീട് മാസങ്ങളോളം ഒന്നും കഴിക്കാതെ ജീവിച്ചോളും. 1 വർഷം വരെ പട്ടിണി കിടന്നാലും ചത്തുപോകില്ല. അനാവശ്യ ചലനങ്ങളില്ലാതെ വളരെ കുറച്ച് ഊർജ്ജം മാത്രം പിശുക്കി ചിലവഴിച്ച് ജീവിക്കാൻ ഇവർക്കാകും. ഇരയെ ജ്യൂസാക്കി കഴിക്കുന്നതിനാൽ തേളിന് വിസർജ്യങ്ങൾ പുറത്തേക്ക് കളയാൻ അധികമൊന്നും കാണില്ല. ലോകത്തെങ്ങുമായി 2000-ലധികം ഇനം തേളുകളുണ്ടെങ്കിലും ഇന്ത്യയിൽ 120-നടുത്ത് മാത്രമേ തേളുകളുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.